ഞാനെന്താണ് റൈറ്റ് പിടിച്ച് പോകണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ? എനിക്ക് ഹൈറ്റ് പേടിയാണേ, ആൻസൈറ്റി വരും, ബോഡിയൊക്കെ വെയ്റ്റ്ലെസ് ആവും, ടെൻഷനാവും. അപ്പോൾ റൈറ്റ് പിടിച്ച് പോയിട്ട് റോഡിലേക്ക് നോക്കി ഓടിച്ചാലേ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല. ഈസി പീസി. ഇന്നലെ ലോഞ്ച് സമയത്ത് കുറേ ആൾക്കാർ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് കേട്ടോ, ഈ വണ്ടിയുടെ ഇവിടെ നോക്കി അങ്ങനെ, അവിടെ നോക്കി ഇങ്ങനെ, ആഫ്രിക്കട്ടിന് അത് ഇത്. പിന്നെ റീലിട്ടപ്പോൾ കോമഡി, ഇത്രയും മഞ്ഞും ഇത്രയും തണുപ്പുള്ള സമയത്ത് ഊതിയാൽ പോലും പുക വരുന്ന ഇവിടെ അവർ വീഡിയോയുടെ താഴ്ന്ന് കമൻറ്റ് ചെയ്യണേ, ദേ വളരെ സൈലൻസിനകത്ത് പുക വരുന്നു ഗൈസ്. കണ്ടാ ജിമ്മി കണ്ടാ, 1 2 3 3 കുറച്ച് കയറ്റിട്. നമസ്കാരം. എന്നെ നിങ്ങൾ ഇങ്ങനെ അധികം കണ്ടിട്ടുണ്ടാവില്ല ഒരു റൈഡർ ലൈഫിൽ. അതായത് ഒരു റൈഡർ പാൻറ്റും ഷൂവും ഇതൊക്കെ ഇട്ടിട്ട്. ഷിംല മനോഹരമായിരിക്കാം, ഇവിടെ പ്രകൃതി രമണീയമാണ്, മേഘമുണ്ട്, മഞ്ഞുണ്ട്, ഒക്കെ ശരിയാ. പക്ഷെ ഇവിടുത്തെ പൊടി ഒരു രക്ഷയില്ലേ. കണ്ടോ ഈ വണ്ടർമുള്ള പൊടി കണ്ടോ? അതാണ് അവസ്ഥ. രാവിലെ എണീച്ചു, 5 മണിക്ക് എണീച്ചു, 5:30 ഇറങ്ങി, 6 മണിയാകുമ്പോൾ വണ്ടി എടുത്ത് ഇറങ്ങിയതാണ്. 10-60 കിലോമീറ്റർ ഓടിച്ചു വന്നു, മലയിലും കുന്നിലും ഒക്കെ ഓഫ് റോഡൊക്കെ ചെയ്ത് വന്നു. ഈ വണ്ടി, ഈ അപ്പാച്ചെ RTX 300 എങ്ങനെയുണ്ട് എന്നുള്ളത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബൈക്ക്. ഇതിന് പല ഭാഗത്ത് നോക്കിയാലും പല ഷേപ്പും അല്ലെങ്കിൽ പല വണ്ടികളുടെ സാമ്യമൊക്കെ തോന്നുമെങ്കിലും എല്ലാം ഇൻസ്പിറേഷനായിട്ട് കണ്ടാൽ മതി. കാരണം TVS നെയിൽഡ് ഇറ്റ്. ഇത് വില മാത്രമല്ല, ഈ രൂപവും അല്ലെങ്കിൽ ടെക്നോളജിയും ഒക്കെ. അപ്പോൾ ഈ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെക്കാൾ ഉപരി, അതായത് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ കാര്യങ്ങളെക്കാൾ ഉപരി. സൂര്യൻ മുഖത്തടിക്കുന്നുണ്ട് കേട്ടോ, പക്ഷേ രസമുണ്ട്. അപ്പോൾ ഞാൻ പാട്ട് പാടാൻ പോവാണേ, വെറുതെ സൗണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വന്നു പോകും മഞ്ഞും തണുപ്പും, ഉള്ളിൽ നമുക്ക് നീയൊരാൾ കാവലായി, കാണും തണുപ്പും വെള്ളമൊക്കെയും. ഓക്കെ, നമുക്കിത് ഷൂട്ട് ചെയ്യാം. ഈ വണ്ടി TVS അപ്പാച്ചെ RTX 300 299.1 cc എഞ്ചിനുള്ള അഡ്വഞ്ചർ ബൈക്ക്. ഈ വണ്ടി ഒറ്റ വാക്ക് പറഞ്ഞാൽ സോ ബ്യൂട്ടിഫുൾ, സോ എലഗൻറ്റ്, ലുക്കിംഗ് ലൈക്ക് എ വൗ. എന്താ പറയാൻ കാരണം, എൻ്റെ ഫേവറേറ്റ് വണ്ടികളിൽ അഡ്വഞ്ചർ ബൈക്കുകൾക്ക് വലിയ സ്ഥാനമാണ്. മൾട്ടിസ്ട്രാഡ എൻ്റെ ഫേവറേറ്റ് ബൈക്കാണ്. അത് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ രൂപമുണ്ട് എന്ന് തോന്നിയിട്ടാണ് ഞാൻ പണ്ട് പൾസർ 220 മേടിക്കുന്നത്. ഫൂളിഷ് റൈറ്റ്? പക്ഷേ മൾട്ടിസ്ട്രാഡയുടെ ഫ്രാക്ഷൻ ഓഫ് എ പൈസയ്ക്ക് കിട്ടാൻ അതേ ഉള്ളൂ വണ്ടി, വേറെ വഴിയില്ല. പിന്നീട് എനിക്കങ്ങോട്ട് ആഫ്രിക്ക ട്വിന്, ട്രംഫ്, ടൈഗർ, അതുപോലെ കുറേ വണ്ടികൾ, വേഴ്സസ് 650, അങ്ങനെ പല വണ്ടികളും എൻ്റെ മനസ്സ് കീഴടക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സ് കീഴടക്കുക പറയുമ്പോൾ നമ്മൾ മീഡിയ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഓടിക്കാനുള്ള അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ അനുഭവിക്കാൻ പറ്റും. അങ്ങനെ അനുഭവിച്ച് വാങ്ങണമെന്ന് തോന്നിയൊരു വണ്ടിയായിരുന്നു വേഴ്സസ് 650. ഓക്കെ, ട്വിൻ സിലിണ്ടറാണ്. അന്ന് അതിന് 10 ലക്ഷം രൂപയാണ് എൻ്റെ ആഗ്രഹമുള്ള സമയത്ത്. ഇപ്പോൾ വീണ്ടും വില കൂടിയോ കുറഞ്ഞോ അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും അത് വാങ്ങാൻ പറ്റില്ല. പിന്നെ ആഫ്രിക്ക ട്വിൻ, അതും എൻ്റെ കൊക്കിലൊതുങ്ങൂല, അത് തീരെ ഒതുങ്ങില്ല. അപ്പോൾ കുറേ വണ്ടികൾ നമ്മുടെ മനസ്സിലുണ്ട്. ഒരു അഡ്വഞ്ചർ ബൈക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പൾസർ 220 എന്താ പറയുക, പ്രായമായി തുടങ്ങിയിട്ടുണ്ട്, ABSും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു വണ്ടി വാങ്ങാൻ എക്സ്പൾസ് പോലുള്ള വണ്ടികളൊക്കെ നോക്കേണ്ടതുണ്ട്. പക്ഷെ ഒന്നും എനിക്ക് അങ്ങോട്ട് തൃപ്തിയായിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് TVS കഴിഞ്ഞ മോട്ടോഴ്സോളിൽ ഒരു എൻജിൻ ഇറക്കി. ആ എൻജിൻ ഇറക്കിയപ്പോൾ ഇതിൻ്റെ വണ്ടി എന്നിറങ്ങുമെന്ന് നമ്മൾ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇറങ്ങും, പേടിക്കണ്ട, സമയമുണ്ടെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ കാത്തിരിപ്പിൻ്റെ അവസാനമായത് ഇന്നല്ല, ബേസിക്കലി ഇന്നലെയാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു ലോഞ്ച് വീഡിയോ കണ്ടില്ലേ? ഇത് RTX 300, അതായത് RTX D4 എന്ന് പറയുന്നത് 400-നല്ല, അതായത് എൻജിൻ്റെ പേരാണ്. ഇത് RTX 300 എന്ന എൻജിൻ അല്ലെങ്കിൽ വണ്ടിയുടെ പേര് കൂടിച്ചേരുമ്പോഴാണ് ഈ ഒരു അഡ്വഞ്ചർ ജനിക്കുന്നത്. ഇതിന് കുറേ പ്രത്യേകതകളുണ്ട് എന്ന് കരുതിയിട്ട് എല്ലാ പ്രത്യേകതകളും നമുക്ക് പറയാനും പറ്റില്ല. കാരണം ഓരോ ഫീച്ചേഴ്സ് വൺ ബൈ വൺ പറയുന്നത് നമ്മളല്ല, സെയിൽസ് എക്സിക്യൂട്ടീവ്സാണ്. അത് അവരവരുടെ പണി വരും, പഠിച്ചോളും. ഞാൻ ഈ വണ്ടി ഓടിക്കാൻ എടുത്തിട്ട് ഇപ്പോൾ ഏറെക്കുറെ 50 കിലോമീറ്ററിനടുത്തായെന്ന് തോന്നുന്നു, കുറേ നേരം ആയിപ്പോണ്ട്. അപ്പോൾ ഈ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത്, ഐ ഫൗണ്ട് മൈ മാച്ച് എന്ന് പറയില്ലേ, കണ്ടില്ല, കിട്ടിയില്ല, കിട്ടി. പക്ഷേ
അതായത് എൻ്റെ മാരുതി ജിംനിക്കൊരു സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാരുതി ജിംനിക്ക് കൂട്ടായിട്ട് ഒരു 2 വീലർ വേണം എന്നുള്ള ആഗ്രഹം അത് ഈ വണ്ടിയോട് കൂടി പൂർണ്ണമാണ്. വാങ്ങാൻ പറ്റില്ല എന്നുള്ള പറഞ്ഞ കാര്യം. ജിപ്സി അല്ലെങ്കിൽ ജിംനിയൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്നു, ജിംനിയുടെ പ്രൈസ് കുറവായപ്പോൾ നമ്മൾ മേടിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതും വാങ്ങാൻ പറ്റില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ആദ്യ കാര്യമായിട്ട് പറയാം. ഇതിൻ്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇതൊരു അഡ്വഞ്ചർ ബൈക്കാണ്. പിന്നെ TVS സ്പോട്ടോണാണ്. അതായത് വില എന്ന് പറയുന്നത് അവർ ഈ വണ്ടിക്ക് കൊടുത്ത പ്രൈസ് കേട്ടോ 199 ബേസ് മോഡൽ. ഓക്കെ, സകല ഫീച്ചേഴ്സൊന്നുമില്ല, എന്നാലും ഉള്ള ഫീച്ചേഴ്സ് വെച്ചിട്ട് ആ വണ്ടി മതി വാങ്ങാനായിട്ട്. അതുമാത്രമല്ല ടാക്സിൻ്റെ ബെനിഫിറ്റൊക്കെ നമുക്ക് കിട്ടും. 2 ലക്ഷം താഴെയുള്ള വില. പിന്നുള്ളത് 214, ഇത് 229 BTO, അതായത് ബിൽഡ് ടു ഓർഡർ. ഇതിലാണ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഉള്ളത്. ഈ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വേണം, കാരണം ഇതിൻ്റെ റൈഡ് ഒരു ഇത്തിരി ഹാർഷായിട്ട് തോന്നി ഫ്രണ്ടിൽ. ഫോറിൻ അഡ്വഞ്ചർ ബൈക്ക് ഇപ്പോൾ ഞാൻ ആ പ്രീലോഡോ കംപ്രഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ചൊരു സുഖം ഇപ്പോൾ തോന്നുന്നുണ്ട്. എന്തായാലും ഇതിന് സസ്പെൻഷൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇത്തിരി ഹാർഡർ സൈഡാണ് ഫോറിൻ അഡ്വഞ്ചർ. അതായത് ചാട്ടം അങ്ങ് ഡാമ്പ് ചെയ്യുന്നില്ല, എടുത്തിരുന്നൊരു ഫീലുണ്ട്. കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നിൽ വലിയ സീൻ തോന്നിയില്ല. സീറ്റ് അത്യാവശ്യം നല്ല കുഷനായിട്ട് തോന്നി, കംഫർട്ടബിളാണ് ഇരിക്കാനായിട്ട്. അതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് അഡ്വഞ്ചർ ബൈക്കിൻ്റെ റൈഡിങ് പോസ്റ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നമ്പേഴ്സാണ് അറിയേണ്ടതെങ്കിൽ, അതായത് റൈഡ് ഹൈറ്റ് എത്ര, 200 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എനിക്കറിയാം. പക്ഷേ എന്നാലും എല്ലാം നമ്പേഴ്സായിട്ട് അറിയണമെങ്കിൽ ക്ലച്ച് പിന്നിലുണ്ട്, അവൻ്റെ വീഡിയോ കണ്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ വണ്ടിയുടെ കുറേ പ്രത്യേകതകൾ ഞാൻ ലോഞ്ചിൻ്റെ വീഡിയോയിൽ പറഞ്ഞു. അതുണ്ട്, ഇതുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ഓട്ടോ ഹെഡ് ലാംപ്സ് പോലുള്ള സവിശേഷതകളും വിൻസ്ക്രീൻ പോലുള്ള അഡ്വഞ്ചറിഷ് ആയിട്ടുള്ള സവിശേഷതകളും ഈ മീഡിയ സ്ക്രീൻ ഞാൻ പറയുന്നില്ല, ക്ലസ്റ്ററാണ്. ക്ലസ്റ്ററിനകത്ത് എക്സ് കണക്റ്റിൽ ഇപ്പോൾ ഗൂഗിൾ മാപ്പ് വന്നു എന്നുള്ളതും റൈഡ് മോഡുകളുണ്ട്, റൈഡ് മോഡുകൾ ഈസി ആയിട്ട് മാറ്റാം എന്നുള്ളതും ഒക്കെ ഈ വണ്ടിയുടെ പ്രത്യേകത തന്നെയാണ്. അതൊന്നും പറയില്ല. ഇനി എഞ്ചിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഇത് 300 ആണല്ലോ. ഓക്കെ, 299.1, എന്നാൽ 300 ആണ്. ഈ 300cc എഞ്ചിൻ്റെ പവർ 36 PS ആണ്. ടോർക്കോ 28.5 Nm. ഓക്കെ, 300cc, അത് നല്ല ടോർക്കും അല്ലെങ്കിൽ നല്ല പവറുമാണ്. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ മുന്നിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക 4 പോഡ് ഹെഡ് ലാംപ്സാണ്. ഈ ഹെഡ് ലാംപ്സിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് എടുത്തു പറയണം. DRലുണ്ട്. ഇപ്പോൾ ഓട്ടോ ഹെഡ് ലാംപ്സ് എന്ന് പറയുന്നത് സുഖകരമായിട്ട് നമുക്ക് രാത്രിയും പകലും ഉപയോഗിക്കാനുള്ളതാണ്. DRലുണ്ടേ. അല്ലെങ്കിൽ ബേസ് മോഡലിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ എപ്പോഴും ഓണായി കിടക്കുന്ന ഹെഡ്ലൈറ്റാണ്. ഏറെക്കുറെ 8000 അടി മുകളിലാണേ. അതിൻ്റേതായിട്ടുള്ളൊരു കിടപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒന്നും ചെയ്യാനില്ല എന്തായാലും. അപ്പോൾ 6 സ്പീഡ് ഗിയർ ബോക്സിൽ ഈ വണ്ടിക്ക് ഒരു ക്വിക്ക് ഷിഫ്റ്റർ വെച്ചിട്ടുണ്ട്, ബൈ ഡയറക്ഷനിൽ. അത് തട്ടിപ്പാന്നല്ല പറയാം. ബജാജ് പൾസർ NS 400 കണ്ട അതേ സംഗതിയാണ്. ഗിയർ പൊസിഷൻ സെൻസർ, അതായത് GPS പറഞ്ഞാൽ ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റമാണ്, രണ്ടും നമുക്ക് പറയാം. അത് വെച്ചിട്ടാണ് അവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ പൾസറിലുണ്ടായിട്ടുള്ള സെയിം പ്രശ്നം ഇവിടെയും കണ്ടു. ഞാൻ ഫസ്റ്റ് ഇട്ടിട്ട് സെക്കൻഡ് ആവാൻ വേണ്ടി കാല് വെച്ചപ്പോഴേ വണ്ടി ഓഫായ പോലെ ഫീൽ ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു പണി പാളിയിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് പരിപാടി കിട്ടി. അതാണ് കാര്യം എന്നുള്ളത്. പിന്നെ ഞാൻ കാല് പൊക്കി വെച്ചപ്പോൾ ശരിയായി. പിന്നെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ബൂട്ടിനും ഒരു കുഴപ്പമുണ്ട്. ഇത് പുതിയ ബൂട്ടാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ട്. എന്നാലും ജഡ്ജ് ചെയ്യുമ്പോൾ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് സ്മൂത്തായിട്ടുള്ള ഷിഫ്റ്റാണ്. അതായത് ഇത്രയും ബുദ്ധിമുട്ടിയിട്ടുള്ള ഈ ബൂട്ട് ഇട്ടിട്ടും ഞാൻ ഈസി ആയിട്ടാണ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ ഹാൻഡിൽ ബാർ, ഈ ഹാൻഡിൽ ബാർ വൈഡാ, സോ കംഫർട്ടബിൾ. വീണ്ടും പറയണു, സോ കംഫർട്ടബിൾ. പക്ഷേ അവിടെ NVHൻ്റെ ഒരു കാര്യം പറയണം. നോയ്സ്, വൈബ്രേഷൻസ്, ഹാർഷ്നെസ്, അതാണ് NVH. ഇതിൽ നോയ്സ് എന്ന് പറയുമ്പോൾ കേൾക്കാൻ രസമുള്ള ഇമ്പമുള്ള നോയ്സാണ്. പക്ഷേ വൈബ്രേഷൻ എന്ന് പറയുന്നത് ചെറിയ RPM കുഴപ്പമില്ല. ഇപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇതിന് X47 പോലുള്ള അഡ്വഞ്ചർ ബൈക്കുകളുമായിട്ട് കമ്പയർ ചെയ്തത്. ഇലക്ട്രിക് വേറെ ലീഗാണ്. ഇതിന് ചെറിയൊരു വൈബ്രേഷൻ ഹാൻഡിലേക്ക് വരുന്നുണ്ട്. തണുപ്പും വൈബ്രേഷനും കൂടി ചേരുമ്പോൾ നല്ല സുഖം. റെഡ് ലൈൻ ചെയ്യുന്ന പറയുന്നത് എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. 9000 RPMലാണ് ഇവർ പറയുന്നത്. 36 PS എന്ന് പറയുന്നത് 7500 RPM, 7500 RPMലാണ് ഇതിൻ്റെ ടോർക്ക് ഇവർ പറയുന്നത്. അപ്പോൾ ഈ എഞ്ചിന് ടെക്നോളജിയിൽ എഞ്ചിൻ ബ്രില്യൻ്റ് ആവാൻ കാരണം കുറേ കാര്യങ്ങളാണ്. ഒന്ന് എന്ന് പറയുന്നത് ഇത് DOHC ആണ്, അതായത് ഡ്യുവൽ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ്. ഓക്കെ, കേൾക്കുമ്പോൾ രസമുണ്ടല്ലേ? അപ്പം തീർന്നില്ല. ഇപ്പോൾ PCV എന്ന് കേട്ടിട്ടുണ്ടാവും, പോസിറ്റീവ് ക്രാങ്ക് ഷാഫ്റ്റ് സെൻസറിൻ്റെ ഒരു കാര്യം. അതുപോലെ 2 ബ്രീത്തർ പൈപ്പുകൾ അവർ എഞ്ചിന് കൊടുത്തിട്ടുണ്ട്. അത് എവിടേക്കാണ് കൊടുത്തിട്ടുള്ളതെന്നുള്ളതൊന്നും ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല, എന്നാലും കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വാട്ടർ പമ്പുകൾ, 2 പമ്പുകൾ എന്ന് പറയാൻ പറ്റുള്ളൂ. ഒന്ന് വാട്ടറും ഒന്ന് ഓയിലുമാണ്. ഇപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അകത്തുള്ള ആ ജെറ്റിലൂടെയൊക്കെ കൂളിംഗ് ഒക്കെ ചെയ്ത് ഇതിൻ്റെ ഒരു കൂളാക്കാനായിട്ട് എളുപ്പമാണ് പറയുന്നത്. പിന്നെ എഞ്ചിൻ ഒപ്റ്റിമം ടെമ്പറേച്ചർ എത്താനായിട്ട് വെറും 2-3 സെക്കൻഡ് മതി എന്നാണ് പറയുന്നത്. അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഇവർ ഇതിന് പ്ലാസ്മ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. നിക്കോസിൽ കോട്ടിങ് പോലെ തന്നെ പ്ലാസ്മ കോട്ടിങ് കൊടുത്തിട്ടുണ്ട് എഞ്ചിൻ എന്ന് പറയുന്നു. പിന്നെ കൂളിംഗ് ജാക്കറ്റുകളുണ്ട്. അതായത് വാട്ടർ കൂൾഡ് എഞ്ചിനിൽ ഓയിൽ കൂളുണ്ട്. ഓയിൽ കൂൾ എന്ന് പറയുന്നത് ജാക്കറ്റുകളിലൂടെയാണ്. വാട്ടർ കൂൾ എന്ന് പറയുന്നത് റേഡിയേറ്റർ വെച്ചിട്ടാണ്. അതിൻ്റെ ഒരു ഓപ്പണിംഗ് എല്ലാം കൊടുത്തിരിക്കുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ടോ, അതൊക്കെ പറയണം. പിന്നെ ട്രെല്ലിസാണ് ഫ്രെയിം. ഈ ട്രെല്ലിസ് ഫ്രെയിം എന്ന് പറയുമ്പോൾ KTMലൊക്കെ നമ്മളുണ്ട്, അതെ അത് തന്നെ. കൂടാതെ അലുമിനിയം സ്വിംഗ് ആമും. ഈ അലുമിനിയം
സിംഗാമു ട്രെലിസ് കാസ്റ്റ് ആൻഡ് ഫ്രെയിം കൂടിയിട്ട് വെയിറ്റ്, പക്ഷേ വണ്ടിക്ക് വെയിറ്റ് ഉണ്ട് 185 കിലോ കണ്ടുണ്ട്. ലൈറ്റ് ഓൺ ആയിക്കണ്ടോ, അത്രയും കിലോ ഉണ്ട്. പക്ഷേ ഇത് കൊണ്ടുനടക്കാനായിട്ട് ആ വെയിറ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഓക്കെ, ഞാൻ എപ്പോഴും ബെഞ്ച് മാർക്കായിട്ട് വെച്ചാണ് X47 ആയിരുന്നു, കാരണം അതാണല്ലോ പടുത്ത് ഓടിച്ചത്. X47 ഗുണം എന്ന് പറയുന്നത് സൗണ്ട് ഇല്ലാതെ മാത്രമാണ്, പക്ഷേ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഫണ്ണാണ് എന്നുള്ളതാണ്. അതെ, ഇലക്ട്രിക് ഫണ്ണല്ല എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഇതാണ് ഫണ്ണ്. ഇതിൻ്റെ മീറ്റർ ക്ലസ്റ്റർ വെച്ചേക്കുന്ന ആ ഒരു ഭാഗം വിൻസ്ക്രീനൊക്കെ കണ്ടോ. പിന്നെ പ്ലാസ്റ്റിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഫിനിഷിങ്ങിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല, കാരണം 2 ലക്ഷം രൂപയെ താഴെ ഒരു വണ്ടി ഷോറൂം പ്രൈസ് ആയിട്ടെങ്കിലും ഇറക്കി എന്ന് പറയുന്നത് ടി വി എസിനെ പ്രശംസിക്കേണ്ട കാര്യമാണ്. അവിടെ കുറച്ച് ക്വാളിറ്റി ഇഷ്യൂസൊക്കെ നമുക്ക് കാണാൻ പറ്റും, അതിലൊന്നും നമുക്ക് പരാതിയില്ല. കാരണം ഒന്നുകിൽ വില കൂട്ടുക, അല്ലെങ്കിൽ ഇതൊക്കെ മാനേജ് ചെയ്ത് വണ്ടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ടി വി എസിൻ്റെ ഒരു ടേക്കാണ്. അവരത് വൃത്തിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറേ അധികം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ സ്ക്രീനിനകത്ത്. അതിൽ ഒന്നെന്ന് പറയുന്നത് മോഡ് മാറുക എന്നുള്ളതാണ്. സാധാരണ വണ്ടി കാണുന്ന പോലെ റെയിൻ മോഡുണ്ട്, ടൂർ മോഡുണ്ട്, ABS ഓഫ് ചെയ്യാം, റിയർ വീലിൽ മാത്രമേ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാക്ഷൻ കൺട്രോളിൻ്റെ സെറ്റിങ്സ് കാണാം. പിന്നെ ഇതിന് സ്ലിപ്പർ ക്ലച്ചും ഉണ്ട്. ഇപ്പോൾ ക്വിക്ക് ഷിഫ്റ്റിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനാണ്. അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഓക്കെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ജിംനി പറയും, ഞാൻ വീണ്ടും ജിംനി പറയാൻ കാരണമാണ് ഞാൻ കുറേ ജിംനി കണ്ടു കേട്ടോ. എനിക്ക് തോന്നുന്നു ഹിമാചൽ പ്രദേശ് ജിംനിയുടെ ലാൻഡാണ്. കുറേ ടാക്സി ഉണ്ട്. ഓക്കെ, വീണ്ടും ടാക്സി എടുത്തോന്ന് ചിലപ്പോൾ അർജുൻ ചോദിക്കും. അവൻ ചോദിച്ചിട്ട് കാര്യമില്ല, കാരണം പണ്ട് ആസ്പെടുത്ത് ഏറ്റവും കൂടുതൽ കളിയാക്കിയത് അവനാണ്. പിന്നീട് ഒരു ഹോണ്ട സിറ്റിയുടെ ടാക്സി വണ്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ടാണ് അവൻ അടങ്ങിയത്. കൂടെ ഞാൻ എസ് ക്ലാസിൻ്റെ ടാക്സിയും കാണിച്ചു, കാരണം 5 സ്റ്റാർ ഹോട്ടൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ. ഈ വണ്ടിയുടെ എന്താണെന്നത് പറഞ്ഞത് ഓഫ് റോഡ് എബിലിറ്റി എന്ന് പറയുന്നത് മോഡുകളെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ റൈഡിങ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നി. അതായത് ഒരു എഫേർട്ടും ഇല്ലാത്ത ഓടിക്കാൻ പറ്റിയ വണ്ടി കേട്ടോ, അത് എടുത്തെടുത്ത് പറയണം. ഇതിൻ്റെ ബ്രാസ് കോട്ടഡ് ചെയിനാണ് ഈ BTO വേർഷൻ്റെ. സാധാ വേർഷനൊന്നും ഇല്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫ്രണ്ട് സസ്പെൻഷൻ. അതുകൊണ്ട് ഞാൻ സസ്പെൻഷൻ്റെ ഒരു കാര്യം കുറച്ച് ഹാഷാണെന്ന് പറയുന്നത് ബേസ് മോഡലായിട്ട് എടുത്താൽ മതി. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഞാൻ ആദ്യം വണ്ടി എടുത്തപ്പോൾ എനിക്ക് കൈൻ്റെ മുകളിൽ അടി കിട്ടിയിരുന്നു. അത് വണ്ടി തെറുമ്പുന്നൊരു ഫീൽ, തെറുമ്പെന്നല്ല പറയാം, തൃശ്ശൂർ തെറുമ്പെന്ന് പറയാം. ആ തെറുമ്പുന്ന ഫീൽ കിട്ടിയപ്പോൾ ഞാനത് ഇങ്ങനെ നോക്കിയപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ കൂടെ റൈഡേഴ്സ് ഉണ്ട്, അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പോൾ തെറുമ്പിൽ ഒത്തിരി കുറഞ്ഞിട്ട്, പക്ഷേ സ്റ്റിൽ ഉണ്ട് കേട്ടോ അത്. അപ്പോൾ NVH സസ്പെൻഷനും അതാണ് എനിക്ക് തോന്നിയ കാര്യം. ഓഫ് റോഡ് ടയറുകളാണ്, റേഡിയൽ ടയറാണ് ബാക്കിൽ. ഈ ടയറൊക്കെ ഗ്രിപ്പൊക്കെ തോന്നി, ബ്രേക്കൊക്കെ കൊള്ളാം. അത് പിടിക്കുമ്പോൾ നിൽക്കുന്നത് വലിയ 230 മറ്റോ വലിപ്പമുള്ള ഡിസ്ക്കാണ് ഫ്രണ്ടിൽ. അത് റേഡിയലി മൗണ്ട് ചെയ്തിട്ടാണേ. അത് മൗണ്ടിങ്ങിൻ്റെ പോയിൻ്റൊക്കെ എന്ന് പറയുന്നത് നമുക്ക് അഡ്വാൻസ്ഡാണ്. എനിക്കിതിൻ്റെ എഞ്ചിൻ്റെ കുറേ ടെക്നോളജികളിലെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടപ്പോൾ. അതായത് TVS ഈസ് ഇന്നോവേറ്റീവ് കമ്പനി, അത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല സ്മൂത്താണ് എഞ്ചിൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഹാൻഡിലിൽ വരുന്ന NVHൻ്റെ ഒരു കാര്യം മാറ്റി നിർത്തിയാൽ എഞ്ചിൻ തീർത്തും സ്മൂത്താണ്. പിന്നെ റൈഡബിലിറ്റി എന്ന് പറയുന്നത് ഓസം എന്ന് പറയാൻ കാരണം 4ാമത്തെ ഗിയറിലും ഇവർക്ക് GTT ഒക്കെ ഉണ്ട്. അത് ഈ വണ്ടിയിൽ അവർ പറഞ്ഞിട്ടില്ല, മിക്കവാറും പറയാത്തതായിരിക്കും, കാരണം എല്ലാ വണ്ടിയിൽ ഇത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ GTT എന്ന് പറയുന്ന സംഗതി ഉണ്ടോ ഇല്ല എന്നുള്ളതായിട്ട് നിൽക്കട്ടെ. ഇത് 4ാമത്തെ ഗിയറിലും 3ാമത്തെ ഗിയറിലൊക്കെ നമുക്ക് സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് വളരെ കുറഞ്ഞ സ്പീഡിൽ. അതിന് അവർ പറയുന്നത് ഹൈ എനർഷ്യ ക്രാങ്ക് ഷാഫ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഹൈ എനർഷ്യ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ലളിതമായിട്ട് പറഞ്ഞാലേ, പഴയ കാലത്ത് എൻഫീൽഡ് പറയില്ലേ, വണ്ടിയുടെ ക്രാങ്ക് വെയിറ്റ് കൂട്ടാം, അതുകൊണ്ട് 4ാമത്തെ ഗിയറിൽ നമുക്ക് 20 പോകാമെന്ന്. ആ ഒരു സ്കീമാണിത്, അതിൻ്റെ ഏറ്റവും കൂടിയ സ്കീം. ഫ്രണ്ട് അപ്സൈഡ് ഡൗൺ ഫോർക്കാണ്, വലിയ ഫോർക്കാണ്. ബാക്കിലെ സ്വിങ് എന്ന് പറയുന്നത് മോണോ ആണ്. പിന്നെ വലിയ സ്വിംഗാം, വലിയ വീല് ഒക്കെ ഉണ്ട്. ഈ മിറർ ഒത്തിരി ചെറുപ്പമായിട്ട് തോന്നി, കാരണം ഇത്ര വലിയ വണ്ടിക്ക് ഒരു അഡ്വഞ്ചർ ടൂർ ആകുമ്പോഴേ. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് സ്വാപ്പ് ചെയ്യാം. സ്വിച്ചുകളൊക്കെ നമ്മൾ അപ്പാച്ചെ ഫാമിലി കണ്ട സ്വിച്ചുകളാണ്. ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, ഇൻ്റലിജൻറ്റ് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, അതും ഒരു ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ്. ഓക്കെ, പ്ലാസ്റ്റിക് ക്വാളിറ്റി കംപ്ലീറ്റ്ലി ഞാൻ അങ്ങനെ എന്താ പറയുക വളരെ വലിയ ക്വാളിറ്റിയാണെന്ന് പറയുന്നില്ല, കാരണം പ്രൈസ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് കണ്ടാൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ നോട്ടും രസമാട്ടോ. 2 പൈപ്പുണ്ട് ബാക്കിൽ. 2 പൈപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു എക്സോസ്റ്റിന് അകത്തു കൂടെ 2 കുഞ്ഞ് പൈപ്പ് കാണാം. ആ പൈപ്പിലൂടെ കേൾക്കുന്ന നോയ്സ് നല്ല രസമുണ്ട്. ഇവർ കൂളിംഗ് പ്ലാസ്മ കോട്ടിംഗ് പോലുള്ള കാര്യങ്ങൾ എഞ്ചിൻ്റെ കൂളിങ്ങൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ വണ്ടിയെ വ്യത്യസ്തമാക്കുന്നുണ്ടെന്ന് ഞാൻ പറയണത്. ഈവൻ നമ്മൾ ജിമ്മിനെ കുറിച്ച് എന്താ പറയുക, ഒരു മൗണ്ടൻ ഗോട്ട് എന്ന് പറയും. ഇത് 2 വീലിൻ്റെ മൗണ്ടൻ കോട്ടാണ്. അപ്പോൾ TPMS പോലുള്ള കാര്യങ്ങളുണ്ട്. 29 മുന്നിലും ബാക്കിൽ 34 വേറെ കൂടിയിട്ടാണ് ചാട്ടം തോന്നാം. ബാക്കിൽ ചാട്ടയ്ക്ക് തോന്നിയില്ല. സീറ്റ് സ്റ്റെപ്പ് സീറ്റാണ്. ഈ അഡ്വഞ്ചർ ബൈക്കിന് ഒരു സിംഗിൾ സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതെന്ന് എനിക്ക് തോന്നി, കാരണം ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകാനായിട്ട് ഒരു കൂടി എളുപ്പമായിട്ട് ഓടിക്കാൻ പറ്റിയേനെ. പിന്നെ വിൻഡ് സ്ക്രീൻ ഉയർത്താണ്. വിൻഡ് സ്ക്രീൻ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് സ്ക്രീൻ അത് നമുക്ക് കാണാം. ബീക്ക് ഉണ്ടല്ലോ, ബീക്ക് ആക്സസറിയാണ്. അതുപോലെ കംപ്ലീറ്റ് ആക്സസറീസ് ലിസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. സീപോർട്ട് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. പക്ഷേ ഈ ആക്സസറി ആയ ബീക്ക് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പൂർണ്ണമാകുള്ളൂ. അതായത് മൾട്ടി സ്റ്റാർഡായിട്ടൊരു ചെറിയ ഒരു സാമ്യമെങ്കിലും വേണ്ടേ, അതിന് നമുക്ക് ആ ബീക്ക് കൂടി വെക്കേണ്ടതുണ്ട്. എന്തായാലും ബീക്ക് വെക്കണമെങ്കിൽ വെക്കാം, കുഴപ്പമൊന്നുമില്ല. അതായത് വലിയ ബുദ്ധിമുട്ടില്ല, വാങ്ങി വെച്ചാൽ മതി. 12,000 രൂപ വരെയായിരിക്കും. എന്നാലും ബീക്ക് വേണം ഈ വണ്ടിക്ക്. അതവർ ഡീഫോൾട്ടായിട്ട് കൊടുക്കാമായിരുന്നു നന്നായി എന്നൊക്കെ തോന്നിയതേ. കാരണം അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിന് ക്വാളിറ്റി ഇല്ല പറയാൻ. അങ്ങനെ പറയുമ്പോൾ നമുക്കതൊരു ക്വാളിറ്റി ഇഷ്യൂ ആയിട്ട് പറയേണ്ടി വരും. അത് വേണ്ട.
ഇതിൻ്റെ ബാക്കിൽ ഹഗ്ഗർ കണ്ടോ, ചെറിയ LED ലൈറ്റ് കണ്ടോ, നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും മുമ്പിൽ വണ്ടികൾ പോകുന്നുണ്ട്. ആ നമ്പർ എഴുതിയേക്കുന്നതൊക്കെയാണ് നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. നമ്മളിത് ഓടിക്കുന്നത് ഹിമാചലിലെ ഷിംലയിൽ ഒരു ഉൾ റോഡ് കൂടെയാണ്, ഒരു 50 കിലോമീറ്റർ ഓഫ് റോഡ്. അപ്പോൾ റോഡിലൂടെ ഓടിച്ചത് എങ്ങനെ അവസ്ഥ എന്നുള്ളതും ഇത് പറക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം. ഹീറ്റ് ആവുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല, അവിടെ തണുപ്പാണ് കാലാവസ്ഥ. നമ്മൾ രാവിലെ വണ്ടി എടുക്കുമ്പോൾ 7 ഡിഗ്രിയും കണ്ട, അപ്പോൾ വണ്ടി ഹീറ്റ് ആവുന്നുണ്ടോ എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റില്ല. അതിനൊക്കെ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. എന്തായാലും ഒറ്റ വീഡിയോ എല്ലാം തീർക്കാൻ പറ്റില്ലല്ലോ, അതും പറയണ്ടേ. ഇപ്പോൾ ബാക്കിൽ മുന്നിൽ പെറ്റൽ ഡിസ്ക് ഇപ്പോൾ പിടിക്കുമ്പോൾ നിൽക്കുന്ന ഒരു ഫീലൊക്കെ നമുക്ക് തന്നു. ഓഫ് റോഡ് ടയറുകളാണ് ഈ ടയറുകൾ. റോഡിലൂടെ ഓടിയുമ്പോൾ ഗ്രിപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ പറയുന്നത് ഞാനൊരു അത്ര വലിയൊരു റൈഡറല്ല, എന്ന് വെച്ചാൽ ഒരു ഓഫ് റോഡറല്ല. അതേ ജിമ്നി 1 അത് നമ്മുടെ ജിമ്നി കേട്ടോ. ഈക്കോയുണ്ട്, മാരുതിയാണ് ഭരിക്കുന്നത് ഇവിടെ. ലോഡ് ഓൾട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ വണ്ടിയൊക്കെ എടുക്കാതെ ഇട്ടേക്കുന്നത്? അല്ല, ഇതൊക്കെ ഇവിടെ ഇട്ടേക്കുന്നത് എന്താ അറിയോ, ഇത് പാർക്കിങ് മുകളിലേക്ക് പോകാൻ പറ്റില്ല, ഉയർത്താണ് വീടുകളൊക്കെ. അപ്പോൾ താഴത്ത് പാർക്ക് ചെയ്യും, എന്നിട്ട് വരുമ്പോഴേക്കും പൊടിയാവുന്നത് അവിടെ നിറച്ച് പൊടിയാണ്, ഒരു രക്ഷയില്ലാത്ത പൊടിയാണ്. ഫോഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഹിമാചലിൽ ഇത് ഓടിക്കുകയാണ്. ഇത് ഓടിക്കുമ്പോൾ നമുക്ക് ഓഫ് റോഡ് ഫീലും ഓൺ റോഡ് ഫീലും കൂടി തരാനാണ് പറയുന്നത്. ഞാൻ കാണോ സ്പീഡ് കൂടിക്കഴിയുമ്പോൾ റോഡ് നമുക്ക് ഡിസ്മിസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. സെയിം ജിമ്നിയുടെ അത്രയും സോഫ്റ്റ് അല്ല എന്ന് വേണമെങ്കിൽ തമാശയ്ക്കൊക്കെ പറയാം. ഓക്കെ, എന്തായാലും ഇതിനകത്ത് വീണ്ടും ജിമ്നി. സത്യത്തിൽ ഈ വണ്ടിയുടെ ഈ ഹാൻഡിൽ ബാറിൻ്റെ ഈ പോസ്റ്ററും കൂടിയിട്ട് എനിക്കിത് ഓടിക്കാൻ നല്ല ഇഷ്ടമായിട്ടോ. ഞാൻ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ പൊക്കി പറയുന്നുണ്ടോ? ഇല്ലല്ലേ. ബൊലേറോ ഉണ്ട്, കുറേ വണ്ടികളുണ്ട്. ഇപ്പോൾ നമ്മൾ ഹിമാചലിലാണെന്ന് ഞാൻ പറഞ്ഞു. ഹിമാചലിലെ ഈ ഒരു റോഡിലൂടെയൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് ഈ വണ്ടി ഓഫ് റോഡ് ചെയ്യാനും അല്ലെങ്കിൽ ഓൾ ഇന്ത്യ പോകാനും ഇപ്പോൾ പറ്റിയൊരു വണ്ടിയൊക്കെ ആയിട്ട് കാണാം. ഇതിൻ്റെ അകത്ത് എക്സസൈസൊക്കെ വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിവറുകളെല്ലാം തന്നെ നമുക്ക് എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് വെച്ചേക്കാണ്. അത് രസമുണ്ട്, അല്ലെങ്കിൽ ഫണ്ണാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ കഷ്ടപ്പെടുന്നുണ്ട് തോന്നുകയാണെങ്കിൽ തോന്നണ്ട, അത് ആ ബൂട്ടിൻ്റെ പ്രശ്നമാണ്. കാരണം ആ ബൂട്ട് പുതിയതാണേ. ഈ ഹാൻഡിൽ ബാർ കുറച്ച് റൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ റൈഡിങ് പോസ്റ്ററിനെ ശരിക്കും സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ ഈ ബ്ലാക്ക് പ്ലാസ്റ്റിക്കും അല്ലെങ്കിൽ ഈ ഒരു ബോഡിയോട് ചേരുന്ന ഭാഗവും ഈ കീ വെച്ചേക്കണ ഒരു പോയിന്റും എല്ലാം കൗതുകമാണ്. ഇപ്പോൾ നമുക്ക് പറയാം പല വണ്ടികളിലും ചായയൊക്കെ തോന്നുന്നു റിവേഴ്സിൻ്റെ വണ്ടിക്ക് എന്നൊക്കെ പറയാം. പക്ഷേ അതൊക്കെ ഇൻസ്പിറേഷനായിട്ട് കണ്ടാൽ മതി. കാരണം അഡ്വഞ്ചർ ബൈക്കുകൾക്ക് എന്തായാലും ഒരു അഡ്വഞ്ചർ ബൈക്കിൻ്റെ ചായ തന്നെ ആയിരിക്കും ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് വേറൊരു ബൈക്കിൻ്റെ ചായ ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. പിന്നെ 150 സൈസ് ബാക്കിൻ്റെ ടയർ, വലിയ ടയർ കണ്ടോ, ആ ടയർ ഉണ്ടോ, വലുതല്ലേ. അപ്പോൾ സെൻറ്റർ സ്റ്റാൻഡില്ല, സൈഡ് സ്റ്റാൻഡേ ഉള്ളൂ. സൈഡ് സ്റ്റാൻഡ് നമുക്ക് നിർത്താൻ പറ്റും വേണമെങ്കിൽ. നല്ല ബ്രൈറ്റാണ് മീറ്റർ ക്ലസ്റ്റർ, നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എനിക്കറിയില്ല, ഞാൻ വീഡിയോയിൽ എന്തായാലും മിക്സ് ചെയ്തിടാം. അപ്പോൾ മുകളിലേക്ക് താഴേക്ക് ആക്കിയാൽ മോഡ് മാറ്റാം. അപ്പോൾ ടൂറ് മാറ്റി ഓക്കെ, ട്രിപ്പ് ഡീറ്റെയിൽസ്, ലാമ്പ് കൺട്രോള്, വെഹിക്കിൾ കൺട്രോള്. ഞാൻ ആ ക്വിക്ക് ഷിഫ്റ്റർ അങ്ങോട്ട് ഓഫ് ചെയ്യാൻ പോകണം. എനിക്കത് വേണ്ട. കാരണം ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ പ്രശ്നത്തേ ഉള്ളൂ, ക്വിക്ക് ഷിഫ്റ്റർ എന്നെ പറ്റിക്കുന്നുണ്ട്, അതാണ്, വേറെ ഒന്നുമല്ല. ഞാൻ ഓഫ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ടൂറിൽ ക്വിക്ക് ഷിഫ്റ്റർ ഓഫായിട്ടാണ് പോണേ. ഇത് ഞാൻ ബജാജ് പൾസറിലും ആദ്യമേ ചെയ്ത കാര്യമാണ്. അപ്പോൾ നിങ്ങളൊരു അഡ്വഞ്ചർ ബൈക്ക് നോക്കുകയാണ്, നിങ്ങളുടെ മനസ്സിലുള്ളത് ഏതൊരു വലിയ അഡ്വഞ്ചർ ആവട്ടെ, അതിനോടൊക്കെ കിടപിടിക്കുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് TVSൻ്റെ ഈ ഒരു അപ്പാച്ചെ RTXനെ കാണാം. കാരണം ഇത് TVSൻ്റെ ഇന്നോവേഷൻ്റെ ഒരു പീക്കൊക്കെയാണ്. നമ്മൾ ഓർബിറ്ററിൽ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കാര്യം പറഞ്ഞു, എൻടോർക്കിൽ സ്കൂട്ടറിൻ്റെ കാര്യം പറഞ്ഞു, ജൂപ്പിറ്ററിൽ സ്പേസിലുള്ള സ്കൂട്ടറിൻ്റെ കാര്യം പറഞ്ഞു. ബൈക്കുകളാണെങ്കിലും RTR 310 ആണെങ്കിലും 310 ആണെങ്കിലും RR 310 ആണെങ്കിലും അതല്ല ഈ ഒരു വണ്ടി 300 ആണെങ്കിലും എല്ലാം ടെക്നോളജിക്കലി ഇമ്പ്രൂവ് ആയിട്ടുള്ള വണ്ടികളാണ് എന്ന് തന്നെ പറയാനുള്ളത്. അന്ന് മോട്ടോർസോളിലെ എഞ്ചിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് റീലായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും, നിങ്ങളത് കണ്ടാൽ മതി. കണ്ടുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന്. എക്സ്ട്രാ കൂളിംഗ് ജാക്കറ്റുകളാണെങ്കിലും അതല്ല ഈ പ്ലാസ്മ കോട്ടിങ് എന്താണെങ്കിലും വിശദമായിട്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു വിഷയങ്ങളുണ്ട്. ഇപ്പോൾ PCV വാൽവ് എന്ന് കാറിൽ പറയാം, എന്താ പോസിറ്റീവ് ക്രാങ്ക് ഷാഫ്റ്റ് സെൻസർ എന്ന് പറയാം, അല്ലെങ്കിൽ വാൽവ് എന്ന് പറയാം. അപ്പോൾ ഈ വണ്ടിക്ക് എന്നാ സംഭവിക്കുന്നത്, മുകളിൽ എൻജിൻ എന്ന് പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് പിസ്റ്റൻ്റെ മുകളിലാണ് ഇവർ ഫയർ ചെയ്യുന്നത്. ഇവരെന്ന് പറയുമ്പോൾ ആരാ? ഓക്കെ, ഈ എൻജിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെ? പിസ്റ്റൻ്റെ മുകളിൽ ആ ഫയറിൽ പിസ്റ്റൻ താഴെ പോകുന്നു, തിരിച്ചു വരുന്നു, പിന്നെ അത് ആ ഒരു സൈക്കിൾ ഇങ്ങനെ ആവർത്തിക്കുന്നു. ആ സമയത്ത് മുകളിൽ കത്തുന്ന ഗ്യാസ് ഒരു ഇത്തിരി കത്താതെ താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അത് താഴെ പോണത് തിരിച്ച് എയർ ഇൻടേക്കിലേക്ക് എത്തിച്ച് വീണ്ടും കത്തിക്കുന്ന ഒരു സംഭവമാണത്. അത് ഒരു ബ്രീത്തർ എന്നാണ് ബൈക്കിൽ പറയുക. സിംഗിൾ സിലിണ്ടർ അല്ലേ, കാറിൽ നമ്മൾ PCV എന്നൊക്കെ പറയും.
എന്തായാലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് രണ്ട് പമ്പ് എന്ന് പറയുമ്പോൾ ഒരു പമ്പ് എന്ന് പറയുമ്പോൾ ഓയിലിൻ്റെ ഒരു സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള പമ്പും ഒരു പമ്പ് എന്ന് പറയുന്നത് വാട്ടറിനും. അത് രണ്ട് ചെറിയ പമ്പാണ്. ഇപ്പോൾ വലിയ പമ്പാണെങ്കിൽ കറങ്ങാനായിട്ട് കുറേ എനർജി വേണം, ചെറിയ RPM കറങ്ങുമ്പോൾ അതിന് എഫിഷ്യൻ്റായിട്ട് കൂൾ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും. ഇതാകുമ്പോൾ രണ്ടെണ്ണം, അപ്പോൾ ആ പ്രശ്നം അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഒബ്വിയസ്ലി നമ്മളത് വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് എല്ലാം കൂടി ചേർന്ന് ഒരു അഡ്വഞ്ചർ ബൈക്ക് എന്ന നിലയ്ക്ക് ഒരു മികച്ച വണ്ടിയെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഫുഡ് പെക്സുകളാണെങ്കിലും ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റർ ആണെങ്കിലും ഇതിൻ്റെ ബാക്കിയുള്ള കൺട്രോൾസ് ആണെങ്കിലും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു വണ്ടിയായിട്ട് തന്നെ കാണാം. അപ്പോൾ ഞാൻ ഏതാ മേടിക്കുക വേർഷൻ എന്ന് വെച്ചാൽ എനിക്ക് TVSൻ്റെ ഏറ്റവും ബേസ് മോഡൽ അപ്പാച്ചെ RTX വേണമെന്നാണ്. കാരണം ഞാൻ എപ്പോഴും DIY മാനാണ്. എൻ്റെ പൾസർ 220 എന്ന് പറയുന്ന വണ്ടി ഇന്നേ വരെ ഒരു സർവീസ് സെൻ്ററിൽ ഞാൻ കയറിയിട്ടില്ല എന്ന് വേണമെങ്കിൽ അതിശോക്തി കേട്ടോ, ചെറുതായിട്ടൊക്കെ കയറേണ്ടി വരും, എന്നാലും പറയാം. അതുപോലെ വീട്ടിലിട്ട് പണിയാൻ പറ്റുന്ന ഒരു വണ്ടിയായിട്ട് കാണുന്ന ഒരു വണ്ടി വേണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് ഇനി വാങ്ങുമ്പോൾ. ആ ഒരു നിലയ്ക്ക് എനിക്കിത് മേടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഒരുപാട് ജിപ്സിനെ നമ്മൾ പൊക്കി പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അതും ഒരു മൗണ്ടൻ കോട്ട് ഇതും ഒരു മൗണ്ടൻ കോട്ട്, വി ആർ ഫാമിലി അല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു പൊതുവെയുള്ള കാര്യം. മൈക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം, അല്ലെങ്കിൽ ഇത് വോയിസ് ഓവർ പോകേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ എൻജിൻ നോട്ട് നമുക്ക് കേൾപ്പിക്കാം കേട്ടോ. ഈ വണ്ടിയുടെ ത്രോട്ടിൽ എന്ന് പറയുന്നത് ഡ്രൈവ് ബൈ വയറാണ്. അതും ഒരു ഗുണമായിട്ട് കാണേണ്ട കാര്യമാണ്, അതും പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം, സ്ലിപ്പർ ക്ലച്ച്, ക്വിക്ക് ഷിഫ്റ്റർ ആൻഡ് ഡ്രൈവ് ബൈ വയർ. ഈ ഗ്രിപ്പൊക്കെ കൊള്ളാം. ഇതൊക്കെ സാധാരണ അപ്പാച്ചയുടെ സ്വഭാവം തന്നെ. നല്ല വീതിയിൽ ഹാൻഡിൽ ബാറാണ്, അത് പറയണം. ഓക്കെ, ഇനി നമുക്ക് കാഷ്വൽ ടോക്കിലേക്ക് പോവാം. ഒരാൾക്ക് എന്തിനാണ് അഡ്വഞ്ചർ ബൈക്ക്, ഒരാൾക്ക് എന്തിനാണ് കമ്പ്യൂട്ടർ ബൈക്ക്, ഒരാൾക്ക് എന്തിനാണ് ബൈക്ക് തന്നെ. ആക്ച്വലി ഈ കമ്മ്യൂട്ടർ ബൈക്ക് എന്ന് പറയുന്നത് പോയിൻ്റ് A to B നല്ല ഫ്യൂവൽ എഫിഷ്യൻ്റായിട്ട് പോയിട്ട് വരാനാണ്. ജോലിക്ക് പോവാം, ഗ്രോസറി വാങ്ങാൻ പോവാം, പാല് മേടിക്കാൻ പോവാം, എന്ത് വേണമാവാം. എന്നാൽ അഡ്വഞ്ചർ ബൈക്ക് അല്ലെങ്കിൽ സ്പോർട്സ് ബൈക്ക് എന്നൊക്കെ പറയുന്നത് ഒരു സ്പെഷ്യൽ യൂസിന് വേണ്ടിയിട്ടുള്ള വണ്ടികളാണ്. ട്രാക്ക് ഫോക്കസ്ഡ് മെഷീൻസ് എന്ന് സ്പോർട്സ് ബൈക്കുകൾ നമ്മൾ പറയും, അല്ലെങ്കിൽ ട്രാക്ക് ഫോക്കസ്ഡ് ബൈക്കുകൾ നമ്മൾ പറയും. അഡ്വഞ്ചർ ബൈക്കുകൾ നമ്മൾ പറയുന്നതിനാ അത് അഡ്വഞ്ചർ ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഓഫ് റോഡ് ചെയ്യാം, ഫോർ എക്സാമ്പിൾ ജിംനി, കാറിൽ, അതുപോലെ താറ്, ഫോർച്യൂണർ, അങ്ങനെയുള്ള വണ്ടികൾ. അതുപോലെ ലോങ് യാത്ര, ഓൾ ഇന്ത്യ, അമേരിക്കയിലെ ക്രോസ് കൺട്രി പറയും, നമുക്ക് പറയാൻ പറ്റില്ല, ഓൾ ഇന്ത്യ പോവുക. ഇതുപോലെ ഹിമാലയ സാനുക്കളിൽ തണുപ്പ് കൊണ്ട് ഓടിച്ചുകൊണ്ട് കിടക്കുക, അങ്ങനെയുള്ള കാര്യം. ഈ ബൈക്ക് ഓടിക്കാൻ ബെസ്റ്റ് തണുപ്പുള്ള സ്ഥലം കേട്ടോ. എന്താ അറിയോ, നമ്മുടെ ജാക്കറ്റും അല്ലെങ്കിൽ എല്ലാം കൂടി കയറുമ്പോഴേ, ഇപ്പോൾ തെർമലും അല്ലെങ്കിൽ നമ്മൾ അണ്ടർവെയർ ഒക്കെ ഇട്ടാണല്ലോ പോണത്, അണ്ടർ തെർമൽ വേവ്സ്, മറ്റേ അണ്ടർവെയർ അല്ല കേട്ടോ, തെറ്റിരിക്കരുത്. അതൊക്കെ ഇട്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് തണുപ്പ് ഉള്ള സ്ഥലം നല്ലത്. ഇപ്പോൾ കേരളത്തിലാണ് ഓടിക്കുന്നത് വിചാരിക്കുന്നത്, കുറച്ചും കൂടി ഫണ്ണായിട്ടുള്ള വിഷ്വൽസൊക്കെ കിട്ടും മൂന്നാർ പോലുള്ള സ്ഥലത്തൊക്കെ. പക്ഷേ നമ്മൾ ചൂടെടുത്തിയാവും. മൂന്നാറല്ല ഞാൻ പറഞ്ഞിട്ട്, മൂന്നാറിൽ ചൂടെടുക്കില്ല, കൊച്ചിയിലാണെങ്കിൽ ചൂടെടുത്തിയാവും. അതുപോലെ ഉള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷേ ഇവിടെ നല്ല രസമാണ്, ഇളം തണുപ്പിൽ തേങ്ങ കുലകളാടുന്നു പറയില്ലേ, അതുപോലെ. അപ്പോൾ ഈ ഇതുപോലുള്ള വണ്ടികൾ ഓടിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലുള്ള മലനിരകളാണ്. TVS ആ കാര്യത്തിൽ സ്പോട്ട് ഓണാണ്. അവരെവിടെ വണ്ടി ഓടിക്കാൻ വെക്കണം എന്നുള്ളതും ഏത് വണ്ടി എങ്ങനെ കാണിക്കണം എന്നുള്ളത് അവർക്കറിയാം. TVSൻ്റെ ഫാക്ടറിയിൽ റേസ് ട്രാക്കിൽ വേണമെങ്കിൽ അവർക്ക് കാണിക്കാം, ഇതാണ് ഞങ്ങളുടെ പുതിയ RTX വേണമെങ്കിൽ ഓടിച്ചു പറഞ്ഞിട്ട് ചെയ്യാം. പക്ഷേ അവരത് ചെയ്തില്ല. അവർ ചെയ്ത് മലമുകളിൽ കൊടുന്നു, മൗണ്ടൻസ് കോളിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ്. നമുക്കും അതെ, വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് അതെ, കാണുന്ന ആൾക്കാർക്ക് അതെ, വണ്ടി വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കും അതെ. പിന്നെ ഇതെല്ലാം കർണാടക ടെമ്പററി വണ്ടികളാണ് കേട്ടോ. കർണാടക എന്ന് ഹൊസൂറിൻ്റെ അവിടെ ഉണ്ടായിരിക്കും. എന്തായാലും ഇതിൻ്റെ ബാക്കിൽ വെച്ച ബോക്സുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അതുപോലെ ഇതിൻ്റെ സൈഡിൽ വെച്ച ബോക്സൊക്കെ ഞാൻ കണ്ടു. എനിക്ക് വലിയ വണ്ടിയായിട്ട് തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ പൾസറൊക്കെ കൊണ്ടുപോയി അടുത്ത് നിർത്തിയാലേ വലിയൊരു വണ്ടി പോലെ ഇത് നമുക്ക് തോന്നും. ശരിക്കും ഞാനത് നോക്കിയിരുന്നില്ല, അതാ പറയാൻ കാരണം. ശരിക്കും തോന്നും വലിയ വണ്ടി പോലെ തോന്നും. ആക്ച്വലി വലിയ വണ്ടിയാണ്, അതും പറയണല്ലോ. പിന്നെ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത്, ഇവർ ടെക്നോളജികൾ കുത്തി നിറയ്ക്കുന്നു എന്ന് പറയുമ്പോഴും കുറേ കാര്യങ്ങളിൽ ഇവർ കോംപ്രമൈസ് എപ്പോഴും ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ആൻഡ്രോയിഡോ ആപ്പിൾ കാർപ്ലേ പോലുള്ള കാര്യങ്ങളൊന്നും ബൈക്കിലേക്ക് എത്താറായിട്ടില്ല. ഈ ഇന്ത്യയിൽ ക്രൂസ് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ RTR 310 കണ്ട അതേ സംഗതി തന്നെയാണ്, അതിനകത്ത് വന്നു എന്നുള്ളതേ ഉള്ളൂ. സാധാ വണ്ടിക്ക് അതില്ല കേട്ടോ. എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ബേസ് മോഡലാണ്. അതിൻ്റെ ഫ്രണ്ട് ഇപ്പം ഇന്നലെ ലോഞ്ച് സമയത്ത് കുറേ ആൾക്കാർ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് കേട്ടോ, ഈ വണ്ടിയുടെ ഇവിടെ നോക്കി അങ്ങനെ, അവിടെ നോക്കി ഇങ്ങനെ, ആഫ്രിക്കട്ടിന് അത് ഇത്. പിന്നെ റീലിട്ടപ്പോൾ കോമഡി, ഇത്രയും മഞ്ഞും ഇത്രയും തണുപ്പുള്ള സമയത്ത് ഊതിയാൽ പോലും പുക വരുന്ന ഇവിടെ അവർ വീഡിയോയുടെ താഴ്ന്ന് കമൻറ്റ് ചെയ്യണേ, ദേ വളരെ സൈലൻസിനകത്ത് പുക വരുന്നു. ഗൈസ്, ഇപ്പോൾ ഇവിടെ ഇറങ്ങുന്ന വണ്ടികളൊക്കെ BS6 ആണ്. അതും BS6 phase 2 ആണ്. അറിയാലോ, OBD 2 എന്ന് പറയില്ലേ, 2.0. അങ്ങനെയുള്ള വണ്ടികൾ ഇറക്കാനായിട്ട് പുകയോ അല്ലെങ്കിൽ വണ്ടിയുടെ മലിനീകരണം ഉണ്ടെങ്കിൽ ARAI സമ്മതിക്കൂല.
അതാണ് ഇതിൻ്റെ പ്രധാന കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പുള്ളതാണ് പുക വന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അധികം കലയൊക്കെയൊന്നുമല്ല കേട്ടോ, കാരണം നിങ്ങൾക്ക് ഇത് അറിയാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടാണ് തുടങ്ങിയത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഷിംലയിലാണ് എന്ന്. ഷിംല എന്ന് പറയുമ്പോൾ ആ സമയത്തും കൂടെ ആകുമ്പോൾ തണുപ്പല്ലേ, അല്ലേ 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 ആണല്ലോ, അതെ. ഇവിടെ വന്ന് കയറാൻ വേണ്ടി നമ്മൾ ഡൽഹി വന്നു, ഡൽഹിയിൽ നിന്ന് ചണ്ഡീഗഡ് വന്നു, അവിടുന്ന് ഇങ്ങോട്ട് വണ്ടി വന്നു അർബാനിയിലാണ് വന്ന്. അർബാനിയെക്കുറിച്ച് എനിക്ക് ഭയങ്കര അഭിപ്രായമായിരുന്നു, കിട്ടില്ല വണ്ടിയാണ്, അല്ലെങ്കിൽ നല്ല സസ്പെൻഷനാണ്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ലീഫ് കൂട്ടിയിട്ടിട്ടാണോ എന്താണോ അറിയില്ല, നല്ല ചാട്ടായിരുന്നു വണ്ടി. അതുകൊണ്ട് എനിക്ക് ആ 6 മണിക്കൂർ യാത്രയിൽ അർബാനിയുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ കുറച്ച് കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലോടുന്ന അർബാനിയ ഒന്ന് കയറി നോക്കണം ഇനി അതിൻ്റെ ലീഫ് എങ്ങനെയാണ്. ഞാൻ എണ്ണിയപ്പോൾ 4 ലീഫൊക്കെ കണ്ടു, നമ്മൾ 3 ലീഫാണ് നമ്മുടെ അവിടെ. അപ്പോൾ ആ ഒരു ലീഫ് ഇത്രയും വ്യത്യാസം വരുത്തുമോ, ചിലപ്പോൾ എയറും കൂട്ടടിക്കണ്ട കേട്ടോ. പിന്നെ ഈ വണ്ടിക്ക് അവർ കൂളിംഗ് സീറ്റൊന്നും കൊടുത്തില്ല, അങ്ങനെ കൂളിംഗ് സീറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുത്തില്ല. അതൊക്കെ വേണ്ടതാണോ അല്ലെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എനിക്ക് ഈ ഫ്രണ്ട് തിരിയാത്ത, അതായത് ഹാൻഡിൽ തിരിയുമ്പോൾ ഹെഡ്ലൈറ്റ് തിരിയാത്ത വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ 4 ബോർഡ് ഹെഡ്ലൈറ്റ് നല്ല വെളിച്ചമൊക്കെ ഉണ്ട്, രാത്രിയൊക്കെ തന്നു വണ്ടി കാണിച്ചിട്ടേ. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ രാത്രി നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പോൾ അഡ്വഞ്ചർ ബൈക്കിന് ഏറ്റവും ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഒന്ന് വെളിച്ചം കൂടെയാണല്ലോ, അതൊക്കെ ഈ വണ്ടിക്കുണ്ട്. അപ്പോൾ നമ്മൾ ലോങ് എല്ലാം മുമ്പ് രാത്രിയാണ് പോകുന്നതെങ്കിലും ടെൻഷൻ അടിക്കാതെ തന്നെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാം, വെളിച്ചമൊക്കെ ഉണ്ടെന്നല്ലോ. ഓട്ടോ ഹെഡ് ലാംപ്സാണ്, ഓക്കെ. പിന്നെ ഇവർ ഹാൻഡിലിന് കൊടുത്ത കളർ, ഇതിൽ വന്ന 4 കളറുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ എന്ന് പറയുന്നത് വൈറ്റും പിന്നെ ബ്ലൂവും പിന്നെ ഈ കളർ അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് മാറ്റ് ഫിനിഷിനോട് വലിയ പ്രിയമില്ല, അത് പണ്ടുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഏത് കളർ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ അതാണ് കമൻറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഇവർ കൊടുത്ത സ്റ്റിക്കറുകളൊക്കെ കൊള്ളാം. ഇപ്പോൾ ആർ ടി എക്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഗിയർ ഷിഫ്റ്ററിൻ്റെ കാര്യം ഞാനൊന്ന് സ്കെപ്റ്റിക്കലായിട്ടാണ് പറയണത്. ഞാൻ ബൂട്ടിട്ടുകൊണ്ടാണ് എന്ന് തോന്നുന്നു. എനിക്ക് ഇടയ്ക്ക് ഫോൾസ് ന്യൂട്രൽ വരുന്നുണ്ട് സെക്കൻഡ് ഇടുമ്പോൾ, അത് പക്ഷേ എല്ലാവർക്കും വന്നോളുന്നില്ല. വെറും കാലുകൊണ്ട് ഞാൻ ഓടിക്കാം, ഈ വണ്ടി നമുക്ക് കിട്ടുമല്ലോ, ആ സമയത്ത് വെറും കാലുകൊണ്ട് ഞാൻ അത് ഓടിക്കാം. അങ്ങനെ ഓടിക്കുമ്പോൾ നമുക്ക് എൻ്റെ ഒരു കാര്യം പറയാം. തിരുവിലും വളരെ നല്ല കോൺഫിഡൻസ് ഉണ്ട്, നല്ല വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. വെയിറ്റ് ഉണ്ട്, പക്ഷേ നമുക്ക് അത്ര വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഫോർ അഡ്വഞ്ചർ ബൈക്ക്. സ്പീഡൊക്കെ നല്ല കയറുന്നുണ്ട്, വേഗം കയറുന്നുണ്ട് കേട്ടോ. അതായത് ഓഫ് റോഡ് അല്ലെങ്കിൽ മോശം റോഡിൽ പറന്ന് പോകാൻ പറ്റുന്നുണ്ട്. ഒന്ന് വേണമെങ്കിൽ സ്ലൈഡൊക്കെ ചെയ്യാം, പക്ഷേ സ്ലൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ. കാരണം സാഹസത്തിന് നമ്മൾ മുതിരുന്നില്ല. വെറും മുന്നൽ പണു. വേറെ ഏത് വണ്ടി പറ്റും ഇത്രയും മോശം റോഡിൽ റെഡ് ലൈൻ ചെയ്യാൻ? അഡ്വഞ്ചർ ബൈക്കുകളോട് ഇഷ്ടം കൂടുന്നു, ജിംനിയോട് പ്രിയം കൂടുന്നു, ഓഫ് റോഡാണ് നമ്മുടെ സ്പോർട്സ് എന്ന് തോന്നുന്നു. പ്രായമായി. സംഭവം നമ്മൾ 10-20 വണ്ടിയുണ്ട്. അപ്പോൾ ആദ്യം പോകുന്നതാണ് നമ്മളെ വഴി കാണിക്കുന്ന ആൾ. പിന്നെ ഇതുപോലെ നമ്പർ എഴുതിയിട്ടുണ്ട് നമ്മളെ മനസ്സിലാക്കാനായിട്ട്. ഞാൻ 144, ഇത് 150, അതാണെനിക്കറിയില്ല. എൻ്റെ തൊട്ട് പിന്നിൽ ക്ലച്ചാണുള്ളത്, അതിൻ്റെ പിന്നിൽ കുറേ ആൾക്കാരുണ്ട്. നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ അനുവാദമില്ല. നമ്മൾ ഭയങ്കരമായിട്ട് ഈ റോഡൊക്കെ ആസ്വദിച്ച് ഓടിച്ചോളണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർ എ റീസൺ. എപ്പോഴും അപ്പാച്ചി ഒരു ട്രൈബാണെന്ന് പറയുമ്പോൾ വണ്ടികളൊക്കെ ട്രൈബാണല്ലോ ശരിക്കും, വണ്ടി ഓടിക്കുന്നവരൊക്കെ ട്രൈബാണ്. നമ്മൾ ഓരോ സിഗ്നലും ഹാൻഡ് സിഗ്നലൊക്കെ കൊടുത്ത് ടൂർ പോകുന്ന പോലെ തന്നെ വേണം പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല, അതങ്ങനെ പോകണം എന്നുള്ളതാണ്. എൻ്റെ ആകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ മൈക്കിൽ കിട്ടിക്കാണില്ലേ എന്നുള്ള ഒരു ഡൗട്ട് മാത്രമാണ്. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ കൈൻഡ് ഓഫ് പരിപാടി ഞാൻ മാറ്റും, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗോപ്രോയുടെ വീഡിയോസിൽ ഇടാതെ വേറെ വല്ലതും ഇടാമെന്ന് വിചാരിക്കും. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം എടുത്തു വേണം, ഇവരിതിന് ഗോപ്രോ കൺട്രോൾ കൊടുത്തിട്ടുണ്ട് അതിനുള്ളിൽ, അതൊരു ഗുണമാണ്. ഈ ലിവറുകളൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ എല്ലാ വണ്ടിക്കും വേണം. അതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് പിടിക്കാൻ വേണ്ടി ഇപ്പം ഈ മുന്നിൽ കൊടുത്ത ഈ ഹാൻഡ് ഗാർഡ് ഉണ്ടല്ലോ, അതിൽ പൊക്കി വെക്കേണ്ടി വരും. കാരണം തണുപ്പ് കയ്യിലേക്ക് നേരിട്ട് അടിക്കുന്നുണ്ട്. അത് ഒരു പ്രശ്നമാണെന്നല്ല, പൊക്കി വെച്ചാൽ മതി. അതൊരു അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തീരുന്ന പ്രശ്നമാണ്. ഇല്ലാട്ടാ, അത് മിററില്ല, പൊക്കാൻ പറ്റില്ല. പറ്റുമായിരിക്കില്ല. ഹിമാചലിലെ ഒരു തെരുവിലൂടെയാണ് നമ്മൾ പോകുന്നത്. കടകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്, പൂച്ചകളുണ്ട്, ടാക്സികൾ കണ്ടാ, ഇവിടെയും ടാക്സികൾ കാണാം. എറ്റിയോസ് ഉണ്ട്, എർട്ടിഗയുണ്ട്. 5 ടാക്സിയല്ല, പ്രൈവറ്റാണ്. ചെറിയ റോഡുകളാണ് പ്രത്യേകിച്ചും. മുകളിൽ നോക്കിയാൽ ഒരു ബൊലേറോ ജിംനിയില്ലേ ഉണ്ടാവുമല്ലോ,
നമ്മുടെ ക്യാമറ ക്രൂവിൻ്റെ വണ്ടി കംപ്ലീറ്റ് ജിംനി കേട്ടോ, ജിംനിയാണ്, ജിംനി 800 മാരുതി റൂൾസ്. നമ്മളെപ്പോഴും ആലോചിക്കില്ലേ ഇത്രയും കാറുകളൊക്കെ നമ്മൾ എവിടെ കാണാമെന്ന്. കുറേ മാരുതി കാണാൻ ഇങ്ങോട്ട് കയറി പോരും, ഇവിടെ കാണാം. ഇപ്പോൾ രാത്രി കഴിഞ്ഞാൽ മഞ്ഞ്, രാവിലെ ആകുമ്പോൾ അതിൻ്റെ ഒരു മഞ്ഞ് മൂടിയ സംഭവം മാറും, പിന്നെ കുറച്ച് വെയിൽ, ഒരു ഇളം ചൂട്. ഇത്രയൊക്കെ സുഖമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്ന നോക്കിയേ. ഞാൻ ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി കാണും, 2019 സമയത്തൊക്കെ വന്നാലേ. എനിക്ക് ബൈക്ക് ഓടിക്കാൻ പോകുമ്പോഴാണ് അതിൽ ഏറ്റവും സന്തോഷം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ദിസ് ഗൈസ് മെയ്ഡ് മൈ ഡേ ബെറ്റർ എന്നൊക്കെ ഞാൻ പറയാറുണ്ടായിരിക്കും. അത് വേറെ ഒന്നല്ല, ഇവന്മാർ നമുക്ക് തരുന്ന ഒരു സ്നേഹം അടിപൊളിയാണ്. അപ്പം കമ്പനിയുടെ കാര്യമല്ല പറയുന്നത്, എല്ലാം ഈ ഓട്ടോ ഹെഡ് ലാമ്പ്സിനോട് കൂട്ടിച്ചേർന്നിട്ടാണ് മീറ്റർ ക്ലസ്റ്ററിലെ തീം മാറുന്നത്. ഇപ്പോൾ ഡാർക്കാണ്, കുറച്ച് കഴിഞ്ഞാൽ അത് ലൈറ്റ് ആകുമ്പോൾ അത് വെള്ളയാവും. ഫ്യൂൽ മീറ്റർ, എൻജിൻ ടെമ്പറേച്ചർ അത് വേണ്ടതാണ്, എൻജിൻ ടെമ്പറേച്ചർ കയറിയിട്ടില്ല എപ്പോഴും. പിന്നെ താഴെ കാണുന്ന ട്രിപ്പും ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസിയാണ്. ഇപ്പോൾ നമ്മൾ മൈലേജിൻ്റെ കാര്യം നോക്കില്ലേ, ഇപ്പോൾ ഇതിന് ആവറേജ് കാണിക്കുന്നത് 25 കിലോമീറ്ററാണ്. 25 കിലോമീറ്റർ ആവറേജ് കാണിക്കണമെങ്കിൽ 20 ഉണ്ടാവും, കാരണം നമ്മൾ പുഷ് ചെയ്യാം. 20 24 ഉണ്ടാവും, 1 കിലോമീറ്ററൊക്കെ മൈനസ് പ്ലസ് ഒക്കെ തോന്നും. എന്നാലും എനിക്ക് തോന്നുന്നു മര്യാദയ്ക്ക് ഓടിച്ചാൽ ഉറപ്പായിട്ടും ഒരു 25 to 30 നമുക്ക് ഈസിലി കിട്ടും. 220 കിട്ടുന്നത് എനിക്ക് എത്ര 29 അപ്പോൾ അത്ര കൂടുതലും കുറവൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഒരിത്തിരി മൈലേജ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ആ ബാക്കിൽ കണ്ട ആ സംഗതി കണ്ടോ, ആ കരിയർ അത് വെക്കണേ, കാരണം അതില്ലെങ്കിൽ വണ്ടിക്ക് ഒരു ചെറുപ്പമുണ്ട്. സത്യത്തിൽ ടി വി എസ് ആസ് എ കമ്പനി ഇവർ അഡ്വഞ്ചർ അക്കാഡമി തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നേണ്ട കാര്യമില്ല. YMRP എന്ന് പറഞ്ഞിട്ടുള്ള യങ് മീഡിയ ആ റേസിംഗ് പ്രോഗ്രാം അവർ അവതരിപ്പിച്ചപ്പോൾ നമ്മളത് യങ്ങല്ല, നമുക്ക് 30 വയസ്സ് കഴിഞ്ഞിട്ട്, എന്നിട്ട് ഞാൻ പോയിട്ട് അത് പങ്കെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊരു ലേണിംഗ് കർവ് നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യണം ഒരു വണ്ടിയിൽ, എങ്ങനെ വണ്ടി ഓടിക്കുക, കുറേ അൺലേൺ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതുപോലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ ഗോകാർട്ടിൽ കാർ ഓടിക്കുമ്പോഴും ഇതേ സംഗതിയാണ്. ആദ്യം ചെയ്തത് കുറേ കാര്യം അൺലേൺ ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ ലേൺ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ടി വി എസിൻ്റെ റൈഡും ഓരോ അഡ്വഞ്ചർ റൈഡും അല്ലെങ്കിൽ ഓരോ ട്രാക്ക് ഡേ ആണെങ്കിൽ അല്ലെങ്കിൽ ഓരോ റിവ്യൂസും നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരും. അത് പറഞ്ഞു തരില്ല, പഠിപ്പിച്ച് തന്നെ തരും കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം എനിക്ക് എടുത്തു പറയണം. അതായത് ഈ അഡ്വഞ്ചർ ബൈക്കിൻ്റെ ഈ ഒരു റൈഡ് എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഷൂ എന്ന് പറയുന്നൊരു വലിയ പ്രശ്നമാണ് എനിക്ക്. ബൂട്ട് അതും കൂടി എനിക്കൊന്നും കംഫർട്ടബിൾ ആയിരുന്നു, പക്ഷേ അതിൽ ഓടിക്കാൻ പറ്റില്ല. റൈഡിങ് ഗിയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അവർക്കത് കാര്യമുണ്ട്. കാരണം എന്താ പറയുക, ടെന്നിപ്പോകുന്നുണ്ട്. ഈ ഫുഡ് പാക്കിൽ നമുക്ക് റബ്ബറുണ്ട്, ആ റബ്ബർ ഊരി കളയാൻ വേണമെങ്കിൽ ഓഫ് റോഡ് പോകുന്നിട്ട് വെറും ബെയർ മെറ്റൽ ആക്കാനും പറ്റും. പക്ഷേ ആ ബെയർ മെറ്റൽ ആക്കിയിട്ട് ഓടിക്കാൻ ഇപ്പോൾ എന്തായാലും പറ്റില്ല, നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കില്ല. ഇതിൻ്റെ മുട്ടൊക്കെ ഉണ്ട്, ഈ മുട്ടിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഇവർ ഈ ഒരു കിടുതാപ്പ് പറ്റുന്നത്. അതിൻ്റെ ബാക്കി ഈ കണ്ണാടമുള്ള ഇതിന് പ്ലാസ്റ്റിക് ക്വാളിറ്റി അത്ര കേമല്ല കേട്ടോ. അതേ പ്രശ്നം ബീക്കിനുണ്ടായിരുന്നു. ഈ ഒരു ബ്രേക്കിൻ്റെ മുകളിൽ ബ്രാൻഡിങ് ഇല്ല. അപ്സൈഡ് ഫോർക്കിൻ്റെ ട്രാവൽ 26 mm 29 mm ആണ്. എന്തായാലും അത് അത്യാവശ്യം നന്നായി ട്രാവൽ ചെയ്യുന്നുണ്ട്. എനിക്ക് അൾട്രാവയലിൻ്റെ X77 ഓടിച്ചപ്പോൾ ഒരു പ്രശ്നം പറ്റുന്നേ, അതിൻ്റെ സസ്പെൻഷൻ ഭയങ്കര സോഫ്റ്റായിരുന്നു. അത് പക്ഷേ ബോട്ടം ഔട്ട് ചെയ്തിരുന്നു. അപ്പോൾ ബോട്ടം ഔട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്തിട്ടാണ് ഇടിയും. അങ്ങനെ ഇടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഭയങ്കര ഹാർഡാണ്. പിന്നെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടില്ല, എന്തായാലും പിന്നെ ഞാനൊന്ന് നിർത്തി ആ ഫോർക്കൊന്ന് കുത്തി നോക്കിയപ്പോൾ മനസ്സിലായത് സോഫ്റ്റാണ് എന്നുള്ളത്. അപ്പോൾ ഒരുപാട് സോഫ്റ്റ് ആയാലും പ്രശ്നമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ടി വി എസിന് റേസിംഗ് DNA ഒക്കെ ഉള്ളതുകൊണ്ട് അധികം സോഫ്റ്റ് ആക്കാതിരുന്നതാവാനും മതി എന്ന് തോന്നുന്നു. കാരണം നിങ്ങളൊന്ന് ഫാസ്റ്റായിട്ട് ഓടിച്ചു, ഞാൻ പറഞ്ഞത് നമ്മൾ പോകുന്ന മെല്ലെ ആകുമ്പോൾ പ്രശ്നമാണ്, സ്പീഡ് പോകുമ്പോൾ അറിയുന്നില്ല, ഡിസ്മിസ്ഡാണ്. കണ്ട ആ ഡിസ്മിസ് ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്, അതിനൊരു ഒത്തിരി സ്റ്റിഫ്നെസ് ഉള്ളതുകൊണ്ടാണ്. അത് വണ്ടിയുടെ ഹാൻഡിൽ ചെയ്യാൻ നല്ലോണം സ്വാധീനിക്കുന്നുണ്ട്. ഇത് ഫ്ലിക്ക് ചെയ്യാനും പറ്റുന്നുണ്ട് സുഖമായിട്ട്. ഇത്രയും വലിയ വണ്ടിയാണെന്നുള്ള ഫീലൊന്നുമില്ല കേട്ടോ. ഫ്ലിക്ക് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. ഇതിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്നുകൂടി ഓടിച്ചു പോകണം, എയറൊന്ന് കുറച്ചിട്ട്. കാരണം അഡ്വഞ്ചർ ബൈക്കല്ലേ. ഇൻഡിക്കേറ്ററൊക്കെ ഒരു RR310 നിർത്താണ്, അല്ലെങ്കിൽ RTR 310 നിർത്താണ്. എക്സോസ്റ്റ് തീർത്തും പുതിയതാട്ടോ, അതും പറയാം. കളർ കോമ്പിനേഷൻ നോക്കിയാൽ നിങ്ങൾ, വണ്ടിയുടെ കളർ പച്ച എന്ന് പറയാൻ പറ്റില്ല, വൈപ്പർ ഗ്രീൻ, ഓക്കെ, അത് മാറ്റ് ഫിനിഷ്. അതിലുള്ള ട്രെയിലിസ് ഫ്രെയിമിൻ്റെ കളർ വെള്ളയും കറുപ്പും, സ്പ്രിങ്ങും ബ്ലാക്ക്, അതിനകത്ത് സ്പ്രിങ് മഞ്ഞ, ഫ്രണ്ട് ഷോക്ക് അല്ലെങ്കിൽ അപ്സൈഡ് ഫോർക്കിൻ്റെ കളർ എന്ന് പറയുന്നത് ഗോൾഡ്. പിന്നെ ബാക്കിയുള്ള എടിപിടി സ്റ്റിക്കറുകൾ ചോപ്പ് അല്ലെങ്കിൽ മറ്റുള്ള കളർ. അങ്ങനെ എല്ലാം ഒരു കളർഫുള്ളായിട്ടുള്ള വണ്ടിയാണ്. കളർ മൾട്ടി കളർ ബൈക്കാണിത്, ഒരു മൾട്ടി കളർ മൾട്ടി പർപ്പസ് ബൈക്കാണിത്. ആ ടയറിൻ്റെ പാറ്റേണൊക്കെ നല്ല റേഡിയൽ ടയറിൻ്റെ. പിന്നെ അലോയ് വീൽ ഡിസൈൻ കൊള്ളാം. ഇപ്പോൾ തന്നെ സ്പോക്ക് വീൽ വേണമെന്ന് തോന്നിയ ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ പറയും സ്പോക്ക് വീൽ ആയിരുന്നെങ്കിൽ നല്ലതാണെന്നൊക്കെ പറയും.
പക്ഷേ എനിക്കങ്ങനെ അഭിപ്രായമില്ല. കാരണം സ്പോക്ക് വീലിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ട്യൂബ്ലെസ് ടയേഴ്സാണ്. പിന്നെ എൻഫീൽഡ് ചെയ്ത പോലെ വളരെ ക്ലവറായിട്ട് ആ ട്യൂബ്ലെസ് ടയേഴ്സും സ്പോക്ക് വീലും കൂടെ ചെയ്യണം. അത് അവർ ചെയ്യേണ്ട കാര്യം സംശയമാണ്. ഈ വണ്ടിക്ക് അതായത് BTO എന്ന് പറഞ്ഞ ഈ മോഡലിന് പ്രശ്നങ്ങൾ കുറവായിരിക്കും. അതായത് നമുക്ക് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ റീബൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തു, 20 ക്ലിക്കോളം ഉണ്ട് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അത് ചെയ്തു. അപ്പോൾ എനിക്ക് ഒന്നുകൂടി സോഫ്റ്റായി. പക്ഷേ ബേസ് മോഡൽ മേടിക്കുമ്പോൾ ആ ഒരു പ്രൊവിഷൻ ഉണ്ടാവില്ല. പിന്നെ ഗിയറിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിന് ലോങ് ഗിയേഴ്സാണ്. അതായത് തേർഡ് ഗിയറിൽ ഇട്ടാൽ തന്നെ കുറേ ദൂരം നമുക്ക് ഓടിക്കാൻ വേണ്ടി. ഞാനിപ്പോൾ റാലി മോഡൽ ഓടിക്കുന്നത്, റിയർ ABS ഓഫാണ്. പലവിധ മോഡുകളുണ്ട് ഈ വണ്ടിക്ക്. അതായത് ഈ വണ്ടിയുടെ എൻജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലീനിയറാണ് ഇതിൻ്റെ ആക്സിലറേഷൻ എന്നുള്ളതാണ്. അതായത് ഒരു സഡൻ സർജോ അല്ലെങ്കിൽ സഡൻ പിക്കപ്പോ നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ വളരെ നീറ്റായിട്ട് നമുക്ക് ആ ഒരു ലീനിയറായിട്ട് ഓടിക്കാം. ലീനിയറായത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ എൻജിൻ ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ റാലി മൂഡാക്കി, ശരിക്കും റാലി മോഡല്ല, റാലി മൂഡ് ആക്കിയത്. അതായത് മൂഡ് ഒന്നാണ്. ഇതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസ് മാറി, ത്രോട്ടിൽ ക്രിസ്പായി. എന്ന് വെച്ചാൽ ശരിക്കും ഇതിൻ്റെ ത്രോട്ടിൽ ഡ്രൈവ് ബൈ വയറായതുകൊണ്ടേ അവർ ഇതിൻ്റെ സെൻസിങ് കാര്യങ്ങളൊക്കെ ശരിക്കും ഓരോ മോഡിനും വ്യത്യാസമായിട്ട് വെച്ചേക്കണത്. അതെന്തായാലും കൊള്ളാം. പിന്നെ ഈ എഞ്ചിൻ്റെ ഒരു ലീനിയർ നേച്ചർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. 4000 RPM ആകുമ്പോൾ ഒരു ചെറിയ വൈബ്രേഷൻ ഫീൽ ചെയ്തു. നേരത്തെ പറഞ്ഞ NVH-ൻ്റെ ഒരു തെറുമ്പൽ ഫീൽ ചെയ്തു. അതാണ് അവിടെ നിന്ന് അങ്ങോട്ട് ലീനിയറായിട്ട് കയറി പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് മൊത്തത്തിൽ ഈ വണ്ടി ഇഷ്ടപ്പെട്ടു. ലോങ്ങർ ഗിയർ എന്ന് പറയുമ്പോൾ ഇതിന് റാലി മോഡിൽ നമ്മൾ 3ാമത്തെ ഗിയറിൽ 20 കിലോമീറ്റർ സ്പീഡ് തന്നാലും എഞ്ചിൻ നോക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതും ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ്. എന്തായാലും ഷിഫ്റ്റിംഗ് ഒക്കെ കൊള്ളാം. അതുപോലെ ക്ലച്ച് ലൈറ്റാണ്, ഈസി ഓപ്പറേഷനാണ്, അതും പറയാം. സസ്പെൻഷൻ സ്റ്റിഫർ സെറ്റിങ്സ് ആണെങ്കിലാണ് ബാക്ക് തെന്നുന്നൊരു കാര്യം ആളുകൾ പറയുന്നത്. ബാക്ക് തന്നെ പറയും വേറെ നല്ല ചരലിലൊക്കെ പോകുമ്പോഴേ അത് നമുക്ക് സോഫ്റ്റ് ചെയ്യാം. ഞാൻ സോഫ്റ്റ് വെച്ചിരുന്നത് ആദ്യം ഇൻ ബിറ്റ്വീൻ ആയിരുന്നു, അതായത് മീഡിയം ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ സെറ്റിങ്സ് ആയിരുന്നു. ഇപ്പോൾ അത് മാറ്റി, ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി സോഫ്റ്റ് ആക്കി. അപ്പോൾ എൻ്റെ കൈ ആ തെറുമ്പിലൊക്കെ മാറി. ഇപ്പോൾ വണ്ടി ഒന്നുകൂടി ഒന്ന് സ്മൂത്തായി. അതുപോലെ നമുക്ക് കയ്യിലേക്കുള്ള ഒരു അടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്താ പറയുക, സസ്പെൻഷൻ ട്രാവൽ അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, സോഫ്റ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സൗകര്യത്തിന് അഡ്ജസ്റ്റ് ചെയ്യുന്ന സസ്പെൻഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് BTO വേർഷൻ മേടിക്കണം. അതല്ല ഉള്ളതുപോലെ ഓടിച്ചാൽ മതിയെങ്കിൽ സാധാ വണ്ടി മേടിച്ചാൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നു ബേസ് മോഡലിനേക്കാളും വർത്ത് BTO ആണ് കേട്ടോ. കുറച്ചൊന്ന് വർക്ക് ചെയ്യാൻ. ഞാൻ ബാക്കിൽ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്തായിരുന്നേ, അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മോണോഷോക്കാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ ടൂൾസ് ഒന്നും വേണ്ട. അതിനകത്ത് തിരിക്കാനുള്ള നോബുകളാണ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ഓഫ് റോഡാണ് പോകണ്ടോ. എനിക്ക് സത്യം പറഞ്ഞാലേ എൻ്റെ കിളിവുണ്ട് ഹൈറ്റ്സ് കണ്ടിട്ട്. പക്ഷേ പ്രശ്നമില്ല, നോക്കാം. നമ്മളവിടെ കുറച്ച് ഞാൻ നിർത്തി വന്ന് അതിൻ്റെ വാലിയുടെ അവിടെ, എന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കി, എന്നിട്ട് ചാർജിനിട്ടു GoPro, എന്നിട്ട് വയർ കുത്തിയിട്ടു. ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നത് ചാർജിനോടാണ്. നിങ്ങൾക്ക് എൻ്റെ വയർ കാണാൻ പറ്റുണ്ടാവും. ഐ മീൻ നോട്ട് മൈ വയർ ബട്ട് മൈ GoPro's വയർ. ഇവിടെ നിറച്ച് പൊടിയാണ്. ഗ്ലാസ് ചാർജിൽ ഓടിച്ചാൽ തീരുമാനമാവും. സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്തു, റീബൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ സംഭവം സ്മൂത്തായിട്ടപ്പോൾ വാങ്ങുകയാണെങ്കിൽ BTO തന്നെ മേടിക്കണം എന്ന് തോന്നുന്നു. അതായത് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ബൂണാണ്, ശരിക്കും ബൂണാണ്. അതായത് ഹൈവേയിൽ ഓടിക്കാൻ വേണ്ടി നമുക്ക് ഇത് സ്റ്റിഫാക്കാം. ഒരു 150+ കിലോ വെയിറ്റിൽ വണ്ടി ആണ് ഹാൻഡിൽ ചെയ്യുന്നുള്ള ഫീൽ ഇല്ല എന്നുള്ളതൊരു ഗുണം തന്നെ കേട്ടോ. അതൊരു കാര്യമായിട്ട് പറയാം. ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തപ്പോഴേ ഇതിൻ്റെ ബാക്കിലെ തെന്നലൊക്കെ മാറി സുഖമായിട്ട് പോയി. തേർഡ് ഗിയറിലാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഓഫ് റോഡ്. ഞാനെന്താണ് റൈറ്റ് പിടിച്ച് പോകണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ. എനിക്ക് ഹൈറ്റ് പേടിയാണേ, ആൻസൈറ്റി വരും, ബോഡിയൊക്കെ വെയ്റ്റ്ലെസ് ആവും, ടെൻഷനാവും. അപ്പോൾ റൈറ്റ് പിടിച്ച് പോയിട്ട് റോട്ടിലേക്ക് നോക്കി ഓടിച്ചാലേ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല. ഈസി പീസി. ഓക്കെ, ഏത് കൂടെ പോവാ? എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ, ഇവിടെ എന്താ ജിമ്മി കൂടുതലെന്ന്. ഉത്തരം കിട്ടി. ഈ റോഡിൽ കൂടെ പോകാൻ ഏറ്റവും ബെസ്റ്റ് ഓഫ് റോഡ് ജിമ്മി കേട്ടാ.
ഹൈലക്സിൻ്റെ തുമ്പ് പൊക്കയിൽ. You can go, you can go. കണ്ടാ ജിമ്മി കണ്ടാ. 1 2 3 3 കുറച്ച് കയറ്റിട്. ആംബുലൻസ് ടാറ്റാ. നമ്മളപ്പോൾ വണ്ടി ഓടിച്ച് വന്നു. ഹിമാലയ സാധനങ്ങളിലൂടെ പറയാൻ പറ്റും. അതായത് ഓഫ് റോഡ് ചെയ്ത വന്ന് ഈ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും യാത്ര ശരിക്കും ആസ്വദിച്ചു എന്നുള്ളതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ TVS nailed it with RTX. ഈ വണ്ടി ഒരു അഡ്വഞ്ചർ ബൈക്ക് നോക്കുന്ന ആളാണ്. നിങ്ങൾക്കൊരു വേഴ്സസ് 650യോ അല്ലെങ്കിൽ ഒരു ആഫ്രിക്ക ടിന്നോ ഒരു മൾട്ടി സ്റ്റാഡിയൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള കെൽപ്പില്ല നമ്മളെപ്പോലെ. അങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാം കൂടി ചെറിയൊരു പാക്കേജ് കിട്ടുന്ന ഒരു വണ്ടിയായിട്ട് ഈ വണ്ടിയെ കാണാം. എനിക്കിത് ഇഷ്ടപ്പെട്ടു. അത് പറയാൻ കാരണം ഞാനൊരു അഡ്വഞ്ചർ ബൈക്ക് ഇഷ്ടപ്പെടുന്ന ആളാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വണ്ടി എന്ന് പറയുന്നത് മൾട്ടി സ്റ്റാഡാണെന്ന് പലയിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ബീക്കില്ല, ബീക്ക് ആക്സറിയാണ്. ബീക്ക് കിട്ടും. നിങ്ങൾ റീലിൽ ബീക്ക് കണ്ടല്ലോ, അതിൽ ബീക്കില്ല എന്ന് പറയണ്ട, ബീക്ക് ആക്സറായിട്ട് കിട്ടും. എന്തായാലും ഒരു നല്ല വണ്ടി, ഒരു വാല്യൂ ഫോർ മണി പ്രപ്പോസിഷനുള്ള ഒരു ബൈക്ക്, അതാണ് TVSൻ്റെ RTX. അപ്പോൾ ബാക്കി എല്ലാം മാറ്റി നിർത്തിയാലും ഈ പ്രൈസ് പോയിന്റിൽ, അതുപോലെ ഈ ഒരു വണ്ടിയുടെ രൂപത്തിൽ, ഇതിൻ്റെ രൂപഭംഗിയിൽ, ഇതിൻ്റെ പെർഫോമൻസിൽ എല്ലാം TVS നേടിയിട്ടാണ്. എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.